ആഗമന കാലഘട്ടത്തിലുമായിരിക്കുമ്പോൾ ആഗമന കാലഘട്ടത്തിന്റെ എല്ലാ സന്തോഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുവാനായി പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്ക് മുന്നോടിയായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കാം. വചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കുകയും നിങ്ങൾക്ക് ആവശ്യമായ ബലം വചനത്തിലൂടെ നൽകുകയും ചെയ്യുന്ന പിതാവ് നല്ല ദൈവമേ, ഈ ഒരു വിശുദ്ധ ദിവസം അവിടുത്തെ പാദപീഠത്തിൽ ആയിരുന്നുകൊണ്ട് അല്പസമയം നമുക്ക് ചിന്തിക്കുവാൻ, ധ്യാനിക്കുവാൻ, പഠിക്കുവാനായിട്ടായിരിക്കുമ്പോൾ ഞങ്ങളെ നൽകുകയും ഞങ്ങളുടെ ആവശ്യമായ ദൈവിക മന്ന ഞങ്ങൾക്ക് നൽകുവാൻ അവിടുത്തെ കൃപ നൽകുകയും പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയുടെ ആരംഭം മുതൽ ഈ സമയം വരെ അവിടുത്തെ കൃപ ഞങ്ങളെ പരിപാലിച്ചു. ഓരോ ഭാഗങ്ങളിലും അവിടുത്തെ ഞങ്ങൾ നടത്തി. വചനം കേൾക്കുവാൻ വളരെ ആഗ്രഹത്തോടെ ആശയോടെ ആയിരിക്കുന്ന ഈ സമൂഹത്തിനായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ നമ്മൾ പകരണമേ. ഉള്ളവർ ഒരുപാട് വിചാരങ്ങളുണ്ട്, ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അതിനെല്ലാം നിങ്ങളെ ഉപയോഗിച്ച് അവിടുത്തെ സമാധാനവും സന്തോഷവും നൽകി പരിപാലിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. വചനം അവിടുത്തേതാണ്. അവിടുത്തെ കൃപ എളിയ മക്കളുടെ മേൽ നൽകണമേ. പൂർണ്ണമായി ഉത്തരവാദിത്വം ഏറ്റെടുക്കണമേ. സർവ്വത്തിരി പാദങ്ങൾ സമർപ്പിച്ച് ഇവിടെ ആരംഭിക്കുന്നു. യേശുനാമത്തിൽ തന്നെ ആമേൻ. അങ്ങനെ വലിയ സന്തോഷത്തിന്റെ, വലിയ ആഘോഷത്തിന്റെ നാളുകളിലാണ് നാം എല്ലാവരും ആയിരിക്കുന്നത്. ഒത്തിരി സന്തോഷം നിങ്ങളോടൊപ്പം ഈ ക്രിസ്മസ് ദിനങ്ങൾ, ഈ ആഘോഷ ദിനങ്ങൾ നിങ്ങളോടൊപ്പം ആയിരിക്കുവാനായിട്ട് ദൈവം നൽകിയ ഈ അവസരത്തിനായി ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് പറയണമെന്ന് ഒഴുകുന്ന വലിയ പേരാണ്. അച്ഛനയുടെ വീണ്ടും കാണുവാൻ ദൈവം സഹായിച്ചു. അവരുടെ കൃപയ്ക്കായി നന്ദി അറിയിക്കുന്നു. അച്ഛൻ ഓർമ്മയുള്ളത് അറിയത്തില്ല. അച്ഛൻ ഞങ്ങളെ അച്ഛനുടെ പള്ളിയായ സമയത്ത് ഞങ്ങളെല്ലാം ചോദിച്ചു, നിങ്ങൾ വലുതാവും ആരായി മാറും, എന്താണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഓർക്കുന്നുള്ളത്? ഓക്കെ, അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഞാൻ ദൈവം നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, അച്ഛനത് എനിക്ക് തോന്നുന്നത് അച്ഛൻ പള്ളിയിൽ പറഞ്ഞു. അങ്ങനെ ആ ഒരു ആഗ്രഹം ലക്ഷ്യത്തിലേക്ക് പൂർത്തീകരിക്കാൻ കഴിയുമോ എന്നുള്ള വലിയ സംശയമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് ആ വൈദിക വിദ്യാഭ്യാസത്തിലായിരിക്കുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചു. ആ വൈദിക കൃപയ്ക്കായി ദൈവത്തിന് നന്ദി കഴിക്കുന്നു. സമയം അങ്ങനെ അറിയുന്നില്ല. ഇന്നത്തെ ചിന്തയിലേക്ക് നമുക്ക് പോകാം. നമ്മളായിരിക്കുന്ന ഈ ആഗമന കാലഘട്ടം, ദൈവത്തിന്റെ വരവിനെ മുന്നോടിയായുള്ള 4 ആഴ്ചകളെ ആഗമന കാലഘട്ടമായിട്ട് നമ്മൾ ആചരിക്കാനായിട്ടുണ്ട്. ഈ 4 ആഴ്ചകളെ ആഗമന ഉത്സവ കാലഘട്ടമായിട്ട് വലിയ സന്തോഷത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു വലിയ സന്തോഷമായിട്ട് നമ്മൾ ആചരിക്കാറുണ്ട്. ആഗമൻ എന്ന വാക്കിന്റെ, ഗ്രീക്ക് വാക്കിന്റെ അർത്ഥമായി പറയുന്നത് അഡ്വൻ. അഡ്വൻ എന്ന വാക്കിന്റെ ഗ്രീക്ക് അർത്ഥമായി പറയുന്നത് കമ്മിങ് ഓഫ് ഗോഡ്. ദൈവം വരികയാണ്. ദൈവം നമ്മുടെ ഉള്ളിലേക്ക്, ജീവിതങ്ങളിലേക്ക് വരികയാണ്. എപ്പോഴാണ് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്? ഇതിന് മുന്നോടിയായി പാശ്ചാത്യ സംസ്കാരങ്ങളിലുള്ള സഭകൾ ആചരിക്കുന്ന ഒരു രീതിയാണ്. ഈ ആഗമന കാലഘട്ടത്തിലെ 4 ആഴ്ചകളിൽ അവർ 4 മെഴുതിരികൾ കത്തിക്കാറുണ്ട്. നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കാം, നമ്മൾ കേട്ടിരിക്കാം. ഓരോ ആഴ്ചകളിലും ഓരോ മെഴുതിരികൾ അവർ കത്തിക്കാറുണ്ട്. ഒന്നാമത്തെ ആഴ്ചയിൽ അവർ കത്തിക്കുന്ന ഒരു മെഴുതിരിയാണ് അത് പ്രത്യാശയുടെ ഒരു മെഴുതിരി. അത് പറയുകയാണ്, അത് പ്രത്യാശയുടെ മെഴുതിരി. പ്രത്യാശയില്ലാതെ ഉണങ്ങിയ അവസ്ഥകളിലായിരിക്കുന്ന ജനത്തിന് ഒരു പ്രത്യാശ നൽകുവാനായി ദൈവം കടന്നു വരുന്നു എന്നുള്ള ഒരു ചിന്തയെ ആധാരമാക്കിയാണ് അവർ ആ പ്രത്യാശയുടെ മെഴുതിരി കത്തിക്കുവാനായിട്ടുള്ളത്. രണ്ടാമത്തെ ആഴ്ച നോക്കുമ്പോൾ നേറ്റിവിറ്റി ചർച്ച് എന്ന് പറഞ്ഞാൽ തിരുപ്പിറവിയുടെ സഭ, ആ സഭയുടെ കട്ടള വാതിൽ പറയുന്നത് വളരെ ചെറുതാണ്. നമ്മുടെ പള്ളിയുടെ വാതിൽ പോലെ വലുതല്ല. നമ്മൾ ആ പള്ളിയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ, ആ ഒരു സഭയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അത് തല കുരിശ് വേണം ആ സഭയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയുക. അപ്രകാരം നമ്മൾ തല കുരിശില്ല എങ്കിൽ തല കട്ടളയിൽ ഇരിക്കുവാനായിട്ട് അത്രയും വിനയത്തോടെ താഴ്മയോടുകൂടെ വേണം ഈ സഭയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുക. അത് ആ പള്ളിയുടെ ഒരു രീതിയാണ്. അങ്ങനെ ആ സഭയിൽ നിന്ന് ഉൾക്കൊള്ളുന്ന ഒരു കാഴ്ചയാണ്, ഒരു ചിന്തയാണ്, ഒരു സന്ദേശമാണ് താഴ്മയുടെ മെഴുതിരി. ഒന്നാമതായി പ്രത്യാശയുടെ മെഴുതിരി, രണ്ടാമതായിട്ട് താഴ്മയുടെ
ക്രിസ്തുവിന്റെ മുമ്പുള്ള 4 ഞായറാഴ്ച, 4ാമത്തെ ഞായറാഴ്ച കഴിഞ്ഞ് ഇന്നത്തെ പ്രത്യേകതയായി, ഇന്നത്തെ വെഴുതിയായി പറയുന്നത് ദൂതന്റെ വെഴുതി, ദൂതന്റെ മംഗളവാർത്തയുടെ ഒരു വെഴുതി. അങ്ങനെ 4 വെഴുതികളും 4 സന്ദേശങ്ങളാണ് നമുക്ക് നൽകുന്നത്. ഈ 4 അർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയും. എത്ര വെഴുതികളുണ്ട്? 4 വെഴുതികൾ. ഒന്ന് പ്രത്യാശയുടെയും, രണ്ടാമത്തേത് താഴ്മയുടെയും, മൂന്നാമത്തേത് ആനന്ദത്തിന്റെയും, 4ാമതായിട്ട് ദൂതന്റെ വെഴുതി. ഈ ആഗമന കാലഘട്ടം നമുക്ക് നൽകുന്ന ഒരുപാട് സന്ദേശങ്ങളുണ്ട്. ഈ വെഴുതികളെല്ലാം മാറ്റിവെച്ചാൽ എന്താണ് ആഗമന കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന സന്ദേശം? ഒന്നാമതായി നോക്കുമ്പോൾ മറിയയുടെ ജീവിതം സാധാരണ ഒരു പെൺകുട്ടി. ആ മറിയയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപ വരികയാണ്. അപ്പോൾ അവിടെ കൃപയുടെ സന്ദേശമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൃപയുടെ സന്ദേശം മറിയയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അങ്ങനെ കൃപ ലഭിച്ചവരെ എന്ന് പറഞ്ഞ് ദൂതൻ അവരുടെ ജീവിതത്തിലെ കൃപയെ കുറിച്ച് ഒന്ന് ഉണർത്തിച്ചു കൊടുക്കുന്നത് കാണുവാനായിട്ട് കഴിയും. തുടർന്ന് നോക്കുമ്പോൾ ദൈവത്തിന്റെ അത്യുന്നതന്റെ ശക്തി ഇതിൽ ആവസിക്കും. തുടർന്ന് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. തുടർന്നുള്ള ആഗമന കാലഘട്ടത്തിന്റെ, ഒരുക്കപ്പെടേണ്ട കാലഘട്ടത്തിന്റെ സന്ദേശമായി നോക്കുമ്പോൾ അത് ഇടയന്മാർക്ക് വന്ന ഒരു വലിയ ആനന്ദത്തിന്റെ സന്ദേശമാണ്. ദുഃഖിച്ചിരിക്കുന്ന, വേദനയോടായിരിക്കുന്ന, വളരെ പ്രതിസന്ധികളോടെ കടന്നു പോകുന്ന ജനങ്ങൾക്ക് ഉള്ളിൽ വലിയ ആനന്ദത്തെ ദൈവം നൽകുന്നതാണ് ഈ ആനന്ദത്തിന്റെ സന്ദേശമായി കാണാൻ കഴിയുന്നത്. തുടർന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ, തുടർന്നുള്ള വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് വിദ്വാൻമാരിലേക്ക് നൽകിയൊരു നക്ഷത്രത്തിന്റെ സന്ദേശത്തെ കാണാൻ കഴിയും. ഒന്നാമതായിട്ട് പറഞ്ഞു കൃപയുടെ ഒരു സന്ദേശം, രണ്ടാമത് മഹാസന്തോഷത്തിന്റെ ഒരു സന്ദേശം, മൂന്നാമത് നോക്കുമ്പോൾ എന്താണ്? മൂന്നാമത് നോക്കുമ്പോൾ വിദ്വാൻമാർക്ക് കണ്ട ഒരു നക്ഷത്രത്തിന്റെ സന്ദേശം. അവരുടെ നക്ഷത്രം കാണുകയാണ്. തുടർന്നുള്ള ഭാഗങ്ങളെല്ലാം ഇന്ന് വൈകുന്നേരവും നാളെയുമാണ് ചിന്തിക്കുന്നതാണ്. അവരുടെ നക്ഷത്രം കണ്ട് അതിലേക്ക് പ്രവാചകന്മാർ പ്രതീക്ഷിച്ചതുപോലെ, പഴയ കാലങ്ങളിൽ നടന്നതുപോലെ നക്ഷത്രം കാണുകയാണ്. അവർ ആ നക്ഷത്രം കണ്ട ഒരു സന്തോഷം അവർ അടക്കാൻ കഴിയാതെ അവർ അവരുടെ സമ്പാദ്യങ്ങളെ കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അവർ യാത്ര ആരംഭിക്കുകയാണ്. ആ യാത്ര ഇന്ന് വൈകുന്നേരത്തോടുകൂടെ നമ്മൾ എത്തിച്ചേരുകയാണ്. അങ്ങനെ അവരുടെ ആ സമ്പാദ്യങ്ങളുമായി അവർ യേശുവിനെ കാണുവാനുള്ള യാത്ര അവരെ ആരംഭിക്കുന്നു. അങ്ങനെ വിദ്വാൻമാർക്ക് ലഭിച്ച ആ നക്ഷത്ര സന്ദേശത്തെ നമുക്ക് കാണാൻ കഴിയും. തുടർന്ന് സ്വപ്നത്തിലൂടെയുള്ള ഒരു ആഗമന സന്ദേശമുണ്ട്. ആർക്കാണ് അവിടെ സ്വപ്നം ഉണ്ടാകുന്നത്? അവിടെ ജോസഫിനെ നോക്കുമ്പോൾ ഏത് സ്വപ്നമാണ്? ആ യോസഫിനെ നോക്കുമ്പോൾ യോസഫിന് ഒരു സ്വപ്നം, ഒരു ദർശനമായി അവരുടെ ജീവിതത്തിലേക്ക് വരികയാണ് കാണാൻ കഴിയുന്നത്. ആ സ്വപ്നത്തിലൂടെ ഒരു സന്ദേശം അവർ നൽകുകയാണ്. ആഗമന കാലത്തിൽ ഒരുക്കപ്പെടേണ്ട ഒരു സന്ദേശം സ്വപ്നത്തിലൂടെ അവരെ കാണുവാനായിട്ട് സാധിക്കുന്നു. നോക്കുമ്പോൾ അത് അനുസരണമായി നമുക്ക് കാണാൻ കഴിയും. യോസഫ് ആ ദർശനം പറഞ്ഞതുപോലെ, ആ സ്വപ്നത്തിൽ കണ്ടതുപോലെ അത് അനുസരിക്കുവാനായിട്ട് ഇടയായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇന്ന് നമ്മൾ പാഠഭാഗമായിട്ട് വായിച്ച പഴയ വേദഭാഗം സെക്രട്ടറി പ്രവാചകന്റെ പുസ്തകം അതിന്റെ 2ാം അധ്യായം അതിലെ 11ാമത്തെ വാക്യം. ആ വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ 2ാം അധ്യായം പൂർണ്ണമായി നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു വലിയ ദൈവത്തെ അവർ കാത്തിരിക്കുകയാണ്. അവർ ആഗമന കാലഘട്ടത്തിൽ ഒരു ദൈവത്തിന് വേണ്ടി അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ഈ ക്രിസ്മസ് നാളുകളിൽ ദൂരസ്ഥലങ്ങളിലൊക്കെ ജോലിക്ക് പോയി അവിടെ നിന്ന് ക്രിസ്മസ് അവധിയെടുത്ത് നാട്ടിലേക്ക് വരുന്ന ബന്ധുക്കളെ നമുക്ക് ഓർമ്മിക്കാം. അവർ ഭവനത്തിൽ വന്ന് നമ്മളൊക്കെ ചേർന്ന് ക്രിസ്മസ് ആഘോഷിക്കുവാൻ എത്ര വലിയ സന്തോഷമാണ്. അപ്രകാരം ഈ ജനങ്ങളെല്ലാം ഒരു ദൈവത്തിന് വേണ്ടി, തങ്ങളുടെ രക്ഷകന് വേണ്ടി അവർ ആഗ്രഹിക്കുകയാണ്. ഈ പ്രവാചകന്മാർ പ്രവേശിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകൻ വരുന്നു. നിങ്ങളുടെ പ്രതിസന്ധികളും, നിങ്ങൾ അനുഭവിക്കുന്ന വേദനകളും, നിങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെല്ലാം മാറണം. നിങ്ങൾക്ക് നിങ്ങളെ വീണ്ടെടുക്കുവാനായി ഒരു രക്ഷകൻ വരുന്നു എന്ന് പ്രവാചകന്മാർ പ്രവചിക്കുകയാണ്. ആ പ്രവാചകന്മാരുടെ പ്രവചനം കേട്ട് അവർ വിശ്വസിക്കുകയാണ്. ഉള്ളിൽ വലിയ സന്തോഷത്തെ ഉള്ളതാകുന്നു. ആ വേദഭാഗമാണ് സെക്രട്ടറി പ്രവാചക പുസ്തകം 2ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം നോക്കുമ്പോൾ കർത്താവിന്റെ വരവിൽ എന്തൊക്കെ സംഭവിക്കുവാനായിട്ടാണ്. അവരൊരു രക്ഷകനെ നോക്കുകയാണ്. ആ രക്ഷകൻ വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുവാനായിട്ടാണ്. ഒന്നാമത്തെ കാര്യം 2ാമത്തെ അധ്യായം 11ാമത്തെ വാക്യം നോക്കുമ്പോൾ ഒരു ജനമായി
ഒരു ജനമായി തീരും. എങ്ങനെയാണ് ഒരു ജനമായി മാറുക? ചിന്നിച്ചിതറിപ്പോയ ഇസ്രായേൽ ജനങ്ങളെല്ലാം ഒരുമിച്ച് വന്ന് ഒറ്റ ജനമായി, നമ്മുടെ സഭയിൽ എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്നത് പോലെ ഒറ്റ ജനമായിട്ട് അവർ മാറുകയാണ്. അതിന് വലിയ ചരിത്രമുണ്ട്. ദാവീദ് തുടങ്ങി രെഹബെയാമിന്റെ കാലഘട്ടത്തിലാണ് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള വിഭജനം ഉണ്ടാകുന്നത്. 12 ഗോത്രങ്ങൾ രണ്ടായി മാറുവാനിടയായി, 10 ഗോത്രങ്ങൾ 2 ഗോത്രമായി മാറുവാനിടയായി. അങ്ങനെ മാറുകയും അവർ പ്രവാസകാലത്ത് പോവുകയും അങ്ങനെ വളരെയധികം പ്രതിസന്ധികളിലൂടെയും പീഡനങ്ങളിലൂടെയും ദുഃഖത്തിന്റെ അനുഭവങ്ങളിലൂടെയും കടന്നുപോയ ആ ജനം ആ ഒറ്റ ജനമായി മാറും എന്നുള്ള ഒറ്റ പ്രവചനമാണ് ഈ സെഫനിയ പ്രവാചക പുസ്തകം 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ ഒറ്റ ജനമായിട്ട് മാറുവാനിടയായി. തുടർന്ന് രണ്ടാമത് നോക്കുമ്പോൾ സമ്പൂർണ്ണ പരിപാലനം ദൈവം ഏറ്റെടുക്കുകയാണ്. സമ്പൂർണ്ണമായിട്ടുള്ള പരിപാലനം ദൈവം ഏറ്റെടുക്കുകയാണ്. എങ്ങനെയാണ് സമ്പൂർണ്ണമായിട്ടുള്ള പരിപാലനം ദൈവം ഏറ്റെടുക്കുന്നത്? കുഞ്ഞുങ്ങളെ നോക്കുന്നത് മാതാപിതാക്കളാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമാണ്, എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ളത് കറക്റ്റായി അറിയാം, മാതാപിതാക്കൾക്ക് അറിയാം. അതുപോലെ ദൈവം സമ്പൂർണ്ണമായിട്ടുള്ള ഒരു പരിപാലനം അവിടെ ഏറ്റെടുക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു. ഈ പഴയ ജീവിതങ്ങൾ നോക്കുമ്പോൾ ഇസ്രായേൽ ജനം അവരുടെ മുന്നിലിതാ ചെങ്കടലിരിക്കുകയാണ്, പിന്നിലിതാ സൈന്യം വരികയാണ്. അവർ ജീവിതത്തിൽ വിശപ്പുണ്ടാകുന്നു, ദാഹമുണ്ടാകുന്നു. ഇതിനെല്ലാം ദൈവം അവരെ അതിൽ നിന്നെല്ലാം അതിജീവിക്കുവാനുള്ള കൃപയെ നൽകുന്നത് കാണാൻ കഴിയുന്നു. അങ്ങനെ ചെങ്കടൽ വിവാഹിക്കുന്നു, അവർക്ക് ആവശ്യമായ ആഹാരം ദൈവം കൊടുക്കുന്നു. വെള്ളം ഇല്ലാത്ത സമയത്ത് മാറിയ അനുഭവത്തിൽ അവർക്ക് നല്ല വെള്ളം അവർക്ക് നൽകുവാനായിട്ട് ഇടയാകുന്നു. മൂന്നാമത് നോക്കുമ്പോൾ ദൈവം ആരെന്ന് ദൈവജനം അറിയും. സെഖരിയ പ്രവാചക പുസ്തകം 2-ാം അധ്യായത്തിൽ ഈ 3 ചിന്തകൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒന്നാമതായിട്ട് അവരെല്ലാം ഒറ്റ ജനമായി മാറും. രണ്ടാമത് നോക്കുമ്പോൾ അവരുടെ സമ്പൂർണ്ണമായ പരിപാലനം ദൈവം ഏറ്റെടുക്കും. മൂന്നാമത് നോക്കുമ്പോൾ ദൈവം ആരെന്ന് അവർ അറിയും. നമ്മുടെ സഭയിൽ നോക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുവാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മുടെ ഉള്ളങ്ങളിലേക്ക് നൽകുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. നമ്മെ ഉള്ളിൽ നിന്ന് പ്രചോദിപ്പിക്കുന്നത്, അതിനെ ഉത്സാഹിപ്പിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ആ ആത്മാവ് നമ്മെ നടത്തുവാനായിട്ടെല്ലാം ഇടയാകുന്നു. അങ്ങനെ ഒരു ജനമായി തീരുകയും സമ്പൂർണ്ണമായ പരിപാലനം ദൈവം ഏറ്റെടുക്കുകയും മൂന്നാമതായി നോക്കുമ്പോൾ ദൈവം ആരെന്ന് ആ ജനം അറിയുവാനായിട്ട് ഇടയാകും. ഇന്ന് പ്രാർത്ഥനമായി വായിച്ച യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിലെ 22-ാമത്തെ വാക്യത്തിലാണ് ഇന്നത്തെ ചിന്തയുടെ ഏറ്റവും ആപ്തമായിട്ടുള്ള വാക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്നും എടുത്തു കളയുകയില്ല. നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. ഈ വേദഭാഗത്തിൽ വലിയ പ്രത്യേകതയുണ്ട്. യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ നിങ്ങളോട് പോകും. ഇത് കേൾക്കുമ്പോൾ അവനുണ്ടാകുന്ന ഒരു വലിയ ദുഃഖമാണ്. കുറെ ദിവസങ്ങൾ നമ്മുടെ സഭയെ ശുശ്രൂഷ ചെയ്തിട്ട് ഒരു അച്ഛൻ വേറെ പള്ളിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ചിരിക്കരുത്. അച്ഛൻ പോയി ഓക്കെ. അങ്ങനെ ഉണ്ടാകുന്ന ഒരു വലിയ വേദന. ഇത്രയും ദിവസം ഗുരുവായിട്ട് എന്തിനു കൂടെ ഉണ്ടായിരുന്ന യേശു പറയാ ഞാൻ പോകുന്നു. അപ്പൊ അവർക്കുണ്ടാകുന്ന ഒരു വലിയ ദുഃഖത്തെ കാണാൻ കഴിയുന്നു. തുടർന്നുള്ള വാക്യം പഠിക്കുമ്പോൾ നിങ്ങളുടെ ദുഃഖമെല്ലാം എന്തായാലും സന്തോഷമായി മാറുമെന്ന് അവിടെ വ്യക്തമായി പഠിപ്പിക്കുന്നു. കർത്താവിന്റെ സാമീപ്യം നമുക്ക് സന്തോഷം നൽകുന്നതാണ്. കർത്താവിന്റെ സാമീപ്യം നമുക്ക് ഉള്ളിൽ വലിയ ബലവും വലിയ കൃപയും വലിയ ശക്തിയും നമുക്ക് നൽകുന്നതാണ്. ആരും അപഹരിക്കാത്ത ഒരു സന്തോഷം, ആരും അപഹരിക്കാത്ത സന്തോഷം. എന്താണ് ആരും അപഹരിക്കാത്ത സന്തോഷം? ഒരു വീട്ടിൽ 2 സഹോദരന്മാരെന്ന് വയ്ക്കാം. ഒരാൾക്ക് ഉണ്ടായി കിട്ടിയാൽ അത് അച്ഛൻ മാറ്റി കഴിക്കാനായിട്ട് ഒരാൾ നോക്കുള്ളൂ, അല്ലെങ്കിൽ അത് മൊത്തം കഴിക്കാനായിട്ട് നോക്കുള്ളൂ. അങ്ങനെ ആരും അപഹരിച്ചു കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി അതിനെ വിട്ട് ഒളിപ്പിച്ചു, അല്ലെങ്കിൽ അതിനെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി. എന്നാൽ ഇവിടെ പറയുന്ന ആരും അപഹരിക്കാത്ത ഒരു സന്തോഷം, അത് നമ്മുടെ ജീവിതത്തിലുള്ള ഒരു നിത്യമായ സന്തോഷമാണ്. ആർക്കും അതിനെ തടയുവാനോ ആർക്കും അതിനെ നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുവാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് രക്ഷകനുണ്ട്, നിങ്ങൾക്ക് വീടെടുക്കാറുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ നിങ്ങളിൽ നിന്നും ആർക്കും എടുത്തു മാറ്റാൻ കഴിയില്ല. അപ്പോസ്തലന്മാർ പറഞ്ഞതുപോലെ
നിത്യമായ സന്തോഷം അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. സന്തോഷിക്കുക, ദൈവം നമുക്ക് സമീപസ്ഥനായി കൂടെയുണ്ട്. ആ ദൈവം നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളതിനാൽ ആ സന്തോഷം അത് നിത്യമായി നിലനിൽക്കുന്നതാണ്. ഈ ആഗമന കാലഘട്ടം നമ്മെ ഒന്ന് പുനഃപരിശോധന ചെയ്യാനുള്ള വലിയൊരു സമയമാണ്. ഈ ആഗമന കാലഘട്ടം നമ്മുടെ ജീവിതത്തെ ഏറ്റവും പണിയപ്പെടുന്ന ഒരു സമയമാണ്. 2020 കൊൽക്കത്തയിൽ വെസ്റ്റ് ബംഗാളിലുള്ള മിഷണറി കോൺഫറൻസിൽ ഒരു സ്കൂളിലെ അധ്യാപകൻ ഗസ്റ്റ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു വാക്കിനെ കവറെടുക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, യേശു കർത്താവ് ജനിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ യേശു കർത്താവ് ജനിക്കുവാൻ ഉദാഹരണമായത് ഒരു കാലത്തെടുക്കാം. എന്താണ് ഒരു കാലത്തെടുത്ത അദ്ദേഹം പറഞ്ഞൊരു ഐഡിയ, ഒരു വലിയ ആശയമാണ്. സാധാരണ എത്ര കാലത്തെടുത്തത് എല്ലാവരും ഞാൻ വിഷമിക്കാത്ത സമയത്ത് അവിടുത്തെ ആളുകൾ മനസ്സിലാണ് വർക്കുള്ളത്. അപ്പോ അവരുടെ വീട്ടിൽ പോകുമ്പോൾ ഇതൊരു ചെറിയ ഒരു വീട്, അവരുടെ റൂമും വീടും അടുക്കളയും എല്ലാം ഒറ്റ റൂമാണ്, ഒറ്റ മുറിയാണ്. അത് ഒരു സൈഡിലേക്ക് ഒരു പന്നി വളർന്നത് നല്ല സുഗന്ധമാണ് വീട്. അങ്ങനെ ഒരു കന്നുകാലി വളർത്തുന്ന ഒരു കാലിത്തൊഴുത്ത്. ആ കാലിത്തൊഴുത്തിന്റെ അനുഭവം എന്ന് പറയുന്നത് എപ്പോഴും ദുഃഖമായിരിക്കും. അത്രമാത്രം ഇന്നത്തെ പോലെ മോഡേൺ ടെക്നോളജിയോ മോഡേൺ ആയിട്ടുള്ള ഒന്നുമില്ല. പഴയ കാലം എങ്ങനെയോ ഉള്ള സാഹചര്യം ആ ഒരു ദുഃഖത അനുഭവിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള സൗകര്യമില്ലാത്ത ഒരിടത്ത് യേശു കർത്താവ് ജനിക്കുവാനായി ഇടയായി. ആ കാലത്തിലാണ് നമ്മുടെ ഉള്ളത്. അതെ, നമ്മുടെ ഉള്ളതായി നോക്കാം. എന്തുമാത്രം പാപം ചെയ്തവര്, എന്തുമാത്രം മറ്റുള്ളവർക്കെതിരെ പ്രവർത്തിച്ചവര്, എന്തുമാത്രം പ്രതിസന്ധികളുടെ ഉണ്ടാക്കിയവര്, എന്തുമാത്രം അഴുക്കാറുള്ളത്, അത്രയും നാറ്റം വഹിക്കുന്ന അത്രയും മോശമായ ഉള്ളതുള്ള നമ്മുടെ ഇടയിൽ കർത്താവ് വീണ്ടും ജനിക്കുവാനായിട്ട് അത്രയും ദുരിതമായിരിക്കുന്ന മനസ്സുകളുടെയും കർത്താവ് ജനിക്കുവാനായിട്ട് അങ്ങനെ കർത്താവിനെ സ്വീകരിക്കുവാനുള്ള ഒരു ആഹ്വാനമാണ് ഈ ആഗമന കാലഘട്ടങ്ങളിൽ ഓർമ്മിപ്പിക്കുന്നത്. ഉള്ളതെല്ലാം നമ്മൾ കടൽ ചുമപ്പായാലും ഹിമപോലെയാകുന്നത് കടൽ കറുപ്പായാലും അതിനെല്ലാം ശുദ്ധീകരിക്കുവാനായിട്ട് നമുക്ക് ഈ ആഗമന കാലത്തിന്റെ ഈ അവസാന നിമിഷങ്ങളിൽ നമ്മൾ നമ്മുടെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ആ ദൈവത്തെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. അപ്പോഴാണ് ഒരുങ്ങുമ്പോൾ ആഗമന കാലത്തിന്റെ പൂർത്തീകരണമായി നമ്മുടെ ഉള്ളങ്ങളിൽ ദൈവം വസിക്കുവാനായിട്ടാണ്. സാധാരണ നമ്മുടെ പാസ്റ്റർമാരുടെയൊക്കെ മീറ്റിംഗിൽ പറയുന്ന കാര്യമുണ്ട്, വിശുദ്ധിയില്ലെങ്കിൽ അവിടെ ദൈവസാന്നിധ്യമില്ല, വിശുദ്ധിയില്ലെങ്കിൽ അവിടെ ദൈവസാന്നിധ്യമില്ല. അപ്പൊ എല്ലാവരും ചിന്തിക്കും, വിശുദ്ധി വേണം, ദൈവത്തിന് കൃപ നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. ഒരു അനുഭവം കൂടി പറഞ്ഞിട്ട് ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഹോസ്റ്റൽ ലൈഫിൽ എല്ലാ ദിവസവും 8 മണിക്ക് പ്രാർത്ഥനയുണ്ട്. ചിലപ്പോൾ അങ്ങനെ ഒരു ദിവസം ഈ ആരാധന നടത്തുവാനായിട്ടുള്ള അവസരം കിട്ടി. അപ്പോൾ മൊത്തം ഇംഗ്ലീഷാണ്, ഇംഗ്ലീഷുകാരെ പെട്ടെന്നില്ല. അങ്ങനെ ഈ സമയത്ത് അവസാനത്തെ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ ഈ സമയത്താണ് ഒരു MPH വീഡിയോ നടത്തുന്നത്. അതിന്റെ സഹോദരൻ ഇരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു അച്ഛനെ കൊണ്ട് അവസാനം പ്രാർത്ഥിച്ച് ആശീർവാദം പറയാം. എല്ലാം കഴിഞ്ഞ് ആരാധനയുടെ ഭാഗമായപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ അടുത്ത് പ്രാർത്ഥിച്ച് നമ്മെ ആശീർവാദം നയിക്കുവാനായിട്ട് ഞങ്ങളുടെ അച്ഛനെ ക്ഷണിക്കുന്നു. അച്ഛനോട് നല്ലതാണ് ഞാൻ കഴിയും. അച്ഛൻ പറഞ്ഞില്ല, അച്ഛൻ ഞാൻ വേറെ ആളോട് പ്രാർത്ഥിച്ചു. കുറെ കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, നാട്ടിൽ പോയിട്ട് വരാത്തത് ഞാൻ നമ്മൾ പറയണം, ഇവിടെ ആരാധന
ഈ ഒരു വർഷക്കാലം എന്തെല്ലാം ചെയ്തു എല്ലാം ദൈവകരങ്ങളിൽ കൊടുത്ത് പൂർണ്ണമായി ദൈവത്തിന്റെ സ്ഥിരത്തിൽ നിന്ന് ഒരു കഴിവ് നമുക്ക് പ്രാപിക്കാം. അപ്രകാരം കഴിവ് പ്രാപിച്ച് ഇപ്പോൾ ആരംഭിക്കുന്ന ഈ ആഗമനകാലത്തിന്റെ കാലഘട്ടത്തിലേക്കുള്ള യാത്രയിൽ